പറഞ്ഞവർക്ക് ഇവര് ചോട്ടുണ്ടാണ് നമ്മൾ കൈകൊണ്ട് തിന്നുണ്ടെന്ന് പറഞ്ഞത്. അതെ, ആ ചോട്ട് കൈയുണ്ട്. അതെ അതെ അതേമാതിരിക്ക് ഇവര് ഈ ചളിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇരുന്നുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം കിട്ടേണ്ടത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉഷാറാട്ടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സുഹൃത്തും കൂടിയായ സുബൈറുട്ടി. കൃഷിപരമായി ബന്ധപ്പെട്ട് നമ്മളെ ഒരുപാട് പുരസ്കാരങ്ങൾ, അവാർഡുകൾ, ആദരവുകളൊക്കെ കിട്ടിയ, കൃഷിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു സുഹൃത്തും കൂടിയാണ് നമ്മളെ സുബൈറുട്ടി. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്ത് നിന്ന് പുതിയൊരു, നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്, ഈ ഡ്രോൺ ഉപയോഗിച്ച് വളം ഇട്ട് കൊടുക്കുന്നത്. സാധാരണ ആളുകളൊക്കെ വെച്ചിട്ടാണ്. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഏക്കർ അല്ലേ, ഒരു 10 സുബൈറുടെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു ഏക്കർ പോലെ, ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു ഏക്കറിൽ വളം ആഡ് ചെയ്യാൻ കഴിയും. അത്രക്കും ആ ഒരു സംവിധാനം പുതിയതായിട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ആ വളം ഈ കൃഷിയിലേക്ക്, നെൽകൃഷിയിലേക്ക് അടിക്കുന്നത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾ ഡ്രോൺ ഇട്ടപ്പോൾ കേട്ടോ, ഡ്രോണ് ഓൺ ചെയ്ത് അത് ഉയർത്തണ ആ വീഡിയോ ഒക്കെയാണ്. അതിന് മുമ്പ് നമ്മുടെ വളം ആ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് മോട്ടർ ചെയ്ത് സ്പ്രേ ചെയ്തിട്ട് നെല്ലിൻ്റെ ഇല ഉണ്ടല്ലോ, ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കാണിത് സ്പ്രേ ചെയ്ത പോലെ നല്ല പവറിൽ. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അത് പറന്നു, ഡ്രോൺ ഉയർന്നു. അതാണ് അടിപൊളി. ഇപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് പോകും. നമ്മൾ കാണാം ആ നെല്ലിൻ്റെ ആ ഇലകളൊക്കെ ഇങ്ങനെ പാർ നോക്കി. നമ്മൾ ചെറുമുക്ക് പള്ളിക്കത്തായം റോഡിന് ഈ ഒരു ഭാഗത്താണ് ഒരു 80 ഏക്കറിലൂടെ കൃഷിയുണ്ട്. പല ആളുകളായിട്ടുള്ള കൃഷികളാണ്. അപ്പോൾ ഓരോ ആളുകളായിട്ട് ഇങ്ങനെ ഈ ഡ്രോൺ ഉപയോഗിച്ച് വളം ആഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോ നമ്മൾ കാണുന്നത്. ഇത് ഈ ഇലയിൽ വളം തട്ടി ഇതിൻ്റെ വേരിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൃഷി നടത്തുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ സുബൈർ അദ്ദേഹം ഇവിടെ ഉണ്ട്. അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഡ്രോണുമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. എങ്ങനെ ഇതിന്റെ ഈ എത്ര ഏക്കർക്കാണ് ഇതിന്റെ ഡ്രോൺ ഉപയോഗിച്ച് ഈ കൃഷിക്ക് വളം അടിക്കുന്നത്? വളം ചെയ്യുന്നത് ഏക്കർക്ക് 200 രൂപ. 200 രൂപ വെച്ചിട്ടാണ് ഇത് അടിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സബ്സിഡി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ പണിക്കാരെ കൊണ്ട് ഏറ്റവും മെച്ചതായിരിക്കും. 100%. പെട്ടെന്ന് പരിപാടി ചെയ്യും. പെട്ടെന്ന് പരിപാടി നമ്മൾക്ക് ഭക്ഷണം ഏക്കർക്ക് 10 മിനിറ്റ് കൊണ്ട് പരിപാടി ഒരു ഏക്കർ സുഖമായിട്ട് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് ഇതിലെ വളം? എന്തൊക്കെയാണ് വളമ? ന്യൂട്രീഷൻ അല്ല, യൂറിയ ഉണ്ട്, യൂറിയ, പൊട്ടാഷ്, ഇതെല്ലാം നാനോ പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു മിക്സ്, അതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സുബൈർ പറയും. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത് വളം ആഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ വളമാണ് ഇപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വളം പിന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ വളമാണ്. യൂറിയ പൊട്ടാഷാണ് ഇപ്പോൾ നമ്മൾ ഇടുന്നത്. ഇതൊരു ലിക്വിഡാണ് സാധനം. നാനോ പൊട്ടാഷ്, നാനോ യൂറിയ, 2 ലിക്വിഡാണ് ഇത് ഉപയോഗിച്ച് കണ്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഏക്കർക്ക് പിന്നെ ഒരു ഏക്കർക്ക് ഇപ്പോൾ നമ്മൾക്കത് ഒരു 10 മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും. മറ്റേ നമ്മൾ 5 ഏക്കർ 2 ആളച്ച് അടിക്കണം. 5 ഏക്കർ 2 ആളച്ച് അടിക്കണം, മരുന്നടിക്കണം. ഇത് 10 മിനിറ്റ് കൊണ്ട് 1 ഏക്കർ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഇതിപ്പോൾ 7 ഏക്കർ കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് ഇപ്പോൾ 7 ഏക്കർ കഴിഞ്ഞു. ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ 7 ഏക്കർ കഴിഞ്ഞു. പിന്നെ എത്ര ഏക്കറിലാണ് പറഞ്ഞു? ഇതിപ്പോൾ മൊത്തം നമുക്കിവിടെ 80 ഏക്കറിൻ്റെ അടുത്ത് ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തർക്കുള്ളൂ, ഓരോരുത്തർ വേറെ സെപ്പറേറ്റ് ആണ്. സബ്സിഡി കാര്യങ്ങളൊക്കെ എങ്ങനെ? പിന്നെ കൃഷിഭവൻ്റെ രീതിയിൽ കൂടെ സബ്സിഡി ആയിട്ട് നൽകിയാണ്. ഇവരെ കൃഷിഭവൻ്റെ ഇതിലാണ് നമ്മൾ സബ്സിഡി ആയിട്ട് തരികയാണ്. അതായത് ഒരു ഏക്കർക്ക് നമുക്ക് 200 രൂപ കൊടുത്താൽ മതി. അതാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ട് 200 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഈ 10 ഏക്കർ ഉണ്ടെങ്കിൽ 2000 രൂപ കൊടുത്താൽ മതി. മറ്റേ നമ്മൾ ഇവരെ സെപ്പറേറ്റ് വിളിക്കുകയാണെങ്കിൽ 1 ഏക്കർക്ക് 600 രൂപ കൊടുക്കണം. സബ്സിഡി ആയിട്ട്. ഇത് കാണാനെത്തിയുള്ള നമ്മുടെ TFCന്റെ മാനേജർ തെങ്കിലാണ് സിദ്ദീഖ് സാഹിബ് ഉണ്ട്. നമ്മളെ സുബൈർ, നമ്മൾ ഈ നാട്ടിൽ കാണുക ആദ്യമായിട്ടാണ്. ഇത് പല നാട്ടുകളിലും ചില ഏരിയയിലൊക്കെ ഈ കോട്ടയം ഭാഗത്തൊക്കെ ഈ റബ്ബർ തോട്ടത്തിലൊക്കെ കളിച്ചും. അത് ഇതല്ല, അതൊക്കെ തന്നെ ഈ മറ്റേ ഹെലികോപ്റ്റർ ഇതിലൊക്കെ കളിച്ചതാണ്. ഇത് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഡ്രോൺ വെച്ച് ഉപയോഗിക്കുന്നത്. ഈ ഒരു പാടത്ത് ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ സുബൈറിന്റെ ഇതിലാണ് വരുന്നത്. അത് ഇത് നമ്മളെ കൃഷിക്കാർക്ക് നല്ലൊരു അനുകൂലമാണ്.
ഈ ഒരു ഇത്. കാരണം ഒരുപാട് ആൾക്കാരെ പണീൻ്റെ ഇതിന്നും ആ പൈസ ഒന്നും കൊടുക്കണ്ട, ഇത് കുറഞ്ഞ ചെലവിൽ ഇവർക്ക് സുഖമാണ്. ഇത് വളമാണ് ആഡ് ചെയ്യുന്നുണ്ട്, മരുന്നല്ല. വെള്ളത്തിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് വളമാണ്. വളപ്പൊടി കലക്കിക്കാണ്ട് അതിൻ്റെ ഇത് വെച്ചാണ് ചെയ്യാണ്. ഏതായാലും നല്ല തീരുമാനമാണ്. നമ്മളെ സുബോർട്ടിക്കും സെമീർ അങ്ങനെ കല്ലായിലാക്കുന്നുണ്ട്, പിന്നെ നമ്മളെ അബോക്കരാക്ക് അങ്ങനെ ഒരുപാട് ഒരു 5-6 ആൾക്കാർ ഇതിൽ കൃഷി ചൂട് ചെയ്യുന്ന ഒരു സംരംഭമാണ്. ഏതായാലും ഇത് വിജയിച്ച് എന്നത് വിജയിക്കേണ്ടത്. കാരണം നമ്മുടെ നാട്ടിൽ പഴയ കാലത്തൊന്നും ഇത് ഇല്ലേന്ന് കൃഷി. ഇപ്പോൾ വീണ്ടും ആദ്യകാലം ഉണ്ടായിരുന്നു, പിന്നെ നിർത്തലാക്കി. ഇപ്പോൾ സൂപ്പർട്ടി കുറച്ച് യുവാക്കൾ വന്നതോടുകൂടെ അത് വമ്പ വിജയമായി. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാ കൊല്ലവും ഇവർക്കുള്ള അതിനുള്ള ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. ദൈവത്തിനോടൊന്നും പ്രാർത്ഥിക്കുക, എല്ലാം ഉഷാറാട്ടെ. നമുക്ക് കാരണം ഇബലെ ചവിട്ടേണ്ട പണ്ടൊരു നടൻ പറഞ്ഞവർക്ക് ഇബല് ചവിട്ടേണ്ടതാണ് നമ്മൾ കൈകൊണ്ട് തിന്നുണ്ടെന്ന് പറഞ്ഞത്. അതെ, ആ ചവിട്ട് കഴിയുണ്ട്. അതേമാതിരിക്ക് ഇബല് ഈ ചളിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം കിട്ടേണ്ടത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉഷാറാട്ടെ. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ എങ്ങനെ വളം ഇതിന്റെ അടിഭാഗത്ത് എത്തുന്നത്? ഇലയിൽ കൂടിയാണ് അതിന്റെ വളം ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ വളം എറിയലേന്, ഇതല്ല. ഇത് അതിനെക്കാട്ടി ഇത് മണ്ണിന് പ്രശ്നമില്ല, വേര് ഇത് ഇല വഴിയാണ് അതിന് വളം കിട്ടുന്നത്. ഒരു പ്രശ്നം വരില്ല, ഒരു പ്രശ്നം. അപ്പോൾ ഗേസ് നമ്മളിവിടെ എത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ചയായിരുന്നു ഇത്, ഡ്രോൺ ഉപയോഗിച്ച് വളം സ്പ്രേ ചെയ്യണത്. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, ഇൻഷാ അല്ലാഹ്.